നമസ്കാരം. ദേവസൈന്യയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിന്റെ മറ്റൊരു പങ്ക്തിയായ പുറ്റിങ്ങൽ ദേവീ ക്ഷേത്രത്തിലേക്കും ഏവർക്കും സ്വാഗതം. ആദ്യകാലങ്ങളിൽ ഗോത്രജനത കാളിയെ പ്രകൃതി, ഊർവത, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത എന്നീ ഭാവങ്ങളിൽ ആരാധിച്ചിരുന്നു. കാർഷിക സമൃദ്ധി, യുദ്ധവിജയം, രോഗമുക്തി, കുടുംബത്തിന്റെ ഐശ്വര്യം അല്ലെങ്കിൽ സമ്പത്ത്, സന്താനങ്ങളുടെ അഭിവൃദ്ധി, കുലത്തിന്റെ നിലനിൽപ്പ്, വ്യാപാരത്തിന്റെ അഭിവൃദ്ധി, മോക്ഷം എന്നിവയ്ക്കായി ഭഗവതിയെ ആരാധിക്കുന്ന രീതി വ്യാപകമായിരുന്നു. പുരാതന കാലങ്ങളിൽ ആരാധിക്കപ്പെട്ടിരുന്ന കൊറ്റവൈ എന്ന യുദ്ധദൈവമാണ് ഇന്നത്തെ ദുർഗ, ഭദ്രകാളി എന്നീ സങ്കല്പങ്ങളിൽ ആരാധിക്കപ്പെടുന്നത് എന്ന് ചരിത്രം പറയുന്നു. ശൈവ, വൈഷ്ണവ, ബൗദ്ധ മതങ്ങളും അബ്രാഹ്മിക മതങ്ങളും ഉടലെടുക്കുന്നതിനു മുൻപ് തന്നെ ലോകത്തിൽ മാതൃദൈവ ആരാധന വ്യാപകമായിരുന്നു. ക്രിസ്തു വർഷത്തിനു മുൻപ് വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ ലോകത്തിൽ മാതൃദൈവ സങ്കല്പം നിലനിന്നിരുന്നു. മാതൃദൈവ ആരാധന സിന്ധു നാഗരികതയ്ക്ക് മുൻപേ തന്നെ ഭാരതത്തിലും നിലനിന്നിരുന്നു. ഇത് ഊർവതാ സങ്കല്പവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഭഗവതി ക്ഷേത്രങ്ങളിലും കാവുകളിലും ഇന്നും തുടർന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഇത്തരം പ്രകൃതി ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കാടിനെ കാക്കുന്ന കാവ് പ്രകൃതി സംരക്ഷണത്തിന്റെയും ജീവവൈവിധ്യത്തിന്റെയും ഭാഗമായ കാളി ആരാധനാ സങ്കല്പവുമായി ചേർന്ന് നിൽക്കുന്നു. പ്രകൃതിയും വികൃതിയും ഭഗവതിയായി സങ്കല്പിക്കപ്പെടുന്നു. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ആദിപരാശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളിൽ ഒന്നായി മഹാകാളിയെ കണക്കാക്കുന്നു. മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവരാണ് മറ്റ് 2 പേർ. ശൈവർ ഇത് പാർവതിയുടെ കറുത്ത രൂപമായി വിശ്വസിക്കുന്നു. കാളിയുടെ സൗമ്യവും രൗദ്രവുമായ 10 രൂപങ്ങളെ ദശ മഹാവിദ്യ എന്ന് അറിയപ്പെടുന്നു. സപ്തമാതാക്കളിൽ പ്രധാനപ്പെട്ട ദേവി ചാമുണ്ഡി കാളിയാണ്. മത്സ്യ മാംസാദി നിവേദ്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ചുരുക്കം ചില ദൈവസങ്കല്പങ്ങളിൽപ്പെട്ട ഒന്നാണ് ശ്രീ ഭദ്രകാളി അഥവാ ഭഗവതി എന്ന പ്രത്യേകതയും ഉണ്ട്. ശാക്തേയ പൂജയിലും കൗളമാർഗത്തിലും ഇത്തരം നിവേദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നത് തെളിയിക്കുന്നു. അയിത്താചാരങ്ങൾക്ക് എതിരായിരുന്ന ഒരു ചരിത്രമുണ്ട് പുറ്റിങ്ങൽ ദേവീ ക്ഷേത്രത്തിന്. 3-4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് അയിത്താചരണം എന്നതിന്റെ പാരമ്യതയിൽ നിന്നിരുന്ന കാലത്ത് പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ പൂജ നടത്തിയിരുന്നത് അയിത്ത ജാതിക്കാരനായ ഈഴവർ ആയിരുന്നു. ഇത് അന്ന് തെക്കൻ കേരളത്തിലെ ഒരു പ്രധാന സംഭവമായിരുന്നു. കേരളത്തിൽ പല ഭഗവതി ക്ഷേത്രങ്ങളിലും ഭദ്രകാളി ക്ഷേത്രങ്ങളിലും എല്ലാവർക്കും ആരാധിക്കാൻ സാധിച്ചിരുന്നു എന്നതും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതുണ്ട്. ക്ഷേത്രഭരണം സംബന്ധിച്ച ഈഴവ നായർ തർക്കത്തിന് ഏകദേശം ഒരു നൂറ്റാണ്ടിനടുത്ത് പഴക്കമുണ്ട്. അയിത്തോച്ചാടനം ശക്തമായി നിലനിന്നിരുന്ന ആ കാലത്ത് മുൻപോട്ട് പോകുന്തോറും മേൽജാതിക്കാരിൽ നിന്നും നിയന്ത്രണങ്ങൾ വരാൻ തുടങ്ങി. രാജാവ് ദേവിയുടെ പേരിൽ പതിച്ചു നൽകിയ ഭൂമിക്ക് മേൽ നായർ, ഈഴവ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം രൂക്ഷമായി. നിരന്തര സംഘർഷങ്ങൾക്ക് ഒടുവിൽ ക്ഷേത്രവും ക്ഷേത്ര സ്വത്തുക്കളുടെയും നിയന്ത്രണാവകാശത്തിനായി 1912 ഇരുവിഭാഗങ്ങളും തമ്മിൽ കേസ് ആരംഭിക്കുകയും അത് അതിപുരാതന കാലം മുതൽ മത്സര കമ്പവും മറ്റും നടന്നു വന്നിരുന്ന ഉത്സവവും മുടങ്ങുന്ന നിലയിൽ വരെ കാര്യങ്ങൾ എത്തി. ഇരുവിഭാഗക്കാരും കേസ് വാശിയോടെ നടത്തി. ക്ഷേത്രഭരണം കോടതിയുടെ നിയന്ത്രണത്തിലായി. കേസ് കീഴ്ക്കോടതിയും കഴിഞ്ഞ് ഹൈക്കോടതിയിൽ എത്തി. ജാതി സ്പർദ്ധയും അസഹനീയമാം വിധം കേസിനൊപ്പം വളർന്നു. അവസാനം 1973 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ക്ഷേത്രം ഒരു പ്രത്യേക വിഭാഗത്തിന്റെയും വകയല്ലെന്നും മറിച്ച് ഇത് പൊതുജനങ്ങളുടെ വകയാണ് എന്നും വിധിച്ചു. ഈ വിധിക്ക് അപ്പീൽ കാലാവധിക്ക് മുൻപേ അപ്പീൽ പോകാൻ ഇരുവിഭാഗത്തിനും കഴിഞ്ഞില്ല. ഈ കേസുകളുടെ എല്ലാം തുടർച്ചയായുള്ള കേസുകളുടെ അവസാനം ഉണ്ടായ വിധി അനുസരിച്ചാണ് ഇന്ന് നടക്കുന്ന രീതിയിലുള്ള ഭരണ സംവിധാനം നിലവിൽ വന്നത്. 15 പേർ അടങ്ങുന്ന ഒരു ട്രസ്റ്റ് ആയിരിക്കണം ക്ഷേത്രഭരണം നടത്തേണ്ടത്. ഈ 15 പേരിൽ 3 പേർ
പ്രത്യേകാവകാശം ഉള്ള ശാന്തി കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ആയിരിക്കണമെന്നും ബാക്കിയുള്ളവരെ പൊതുജനം തിരഞ്ഞെടുക്കണമെന്നായിരുന്നു വ്യവസ്ഥ. ദേവിയെ കണ്ടെടുത്ത കുറവ സമുദായത്തിൽ തുടങ്ങി ഹൈന്ദവ സമുദായത്തിലെ എല്ലാവർക്കും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഓരോരോ ആചാരങ്ങൾ ഉണ്ട്. തോറ്റംപാട്ടാണ് ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാട്. ശിവനേത്രങ്ങളിൽ നിന്നുള്ള ഭദ്രകാളിയുടെ അവതാരത്തിൽ തുടങ്ങി ദാരികവധം വരെയുള്ള ഭാഗങ്ങളാണ് തോറ്റംപാട്ടിൽ ഉള്ളത്. ദേവിയുടെ ജന്മദിനമായ മീനമാസത്തിലെ ഭരണി നാളിലാണ് പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ ഉത്സവം കൊണ്ടാടുന്നത്. അശ്വതി വിളക്ക്, കഥകളി, കമ്പടികളി, മരമെടുപ്പ്, നെടും കുതിരയെടുപ്പ് എന്നിവയാണ് ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള പ്രധാന പരിപാടികൾ. ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള കമ്പം വളരെ പ്രശസ്തമാണ്. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ കമ്പമാണിത്. കമ്പം എന്ന് വെച്ചാൽ വെടിക്കെട്ട്. നന്ദി, നമസ്കാരം.